വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഞാവൽക്കാട് എന്ന് പറയുന്ന ഒരു കഥ നമ്മൾ പഠിക്കുന്നില്ലേ? ഉണ്ട്. ആരാണ് അത് എഴുതിയിരിക്കുന്നത്? പിണ്ടാണി NV പിള്ള. ആരാണ്? പിണ്ടാണി NV പിള്ള. കാടുണരുന്നു എന്ന് പറയുന്ന കഥാസമാഹാരത്തിൽ നിന്നാണ് ഞാവൽക്കാട് എന്ന് പറയുന്ന കഥ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഞാവൽക്കാട്ടിലേക്ക് എന്തെത്തി? അത് ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമായിരുന്നു. ഞാവൽക്കാട്ടിലെ മനുഷ്യരാരും വന്ന് എത്തി നോക്കാറില്ലായിരുന്നു അല്ലെ? മൃഗങ്ങൾ പോലും വന്ന് നോക്കാറില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം അവിടെ എന്ത് സംഭവിക്കുകയാണ്? നാട്ടു മനുഷ്യർ വന്നിട്ട് തീയിടുകയാണ് അല്ലേ? അപ്പോൾ അത് എല്ലാവർക്കും വലിയൊരു വെല്ലുവിളിയായി, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ടെൻഷനായി അല്ലെ? അങ്ങനെ അവരെ എല്ലാവരും പേടിച്ച് വിറങ്ങലിച്ചിരിക്കുന്ന സമയത്താണ് അനുഗ്രഹം പോലെ മഴ പെയ്യുന്നത് അല്ലെ? ഗരുഡമ്മാവിൻ്റെ ഒക്കെ പ്രാർത്ഥന അല്ലേ? തൻ്റെ മക്കളെ രക്ഷിക്കണേ എന്നുള്ള ഗരുഡമ്മാവിൻ്റെ പ്രാർത്ഥന പ്രകൃതി കേട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ മഴ കാട്ടിലേക്ക് വന്നു. അപ്പം നമ്മളോട് ഒരു സംഭാഷണം എഴുതാൻ പറയാണ്. ഈ പാഠത്തിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ടീച്ചർ ലൈവ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് ടീച്ചർ വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമായിട്ടാണ് വന്നത്. സംഭാഷണം എഴുതാം. ആരാണ് സംഭാഷണത്തിൽ? കാടും മഴയും, അതായത് ഞാവൽക്കാടും മഴയും. ഞാവൽക്കാടും മഴയും തമ്മിലുള്ള ഒരു സംഭാഷണം. മഴ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോ കാട് എന്ത് ചോദിക്കുകയാണ്? ആരോട് ചോദിക്കുകയാണ്? നമ്മുടെ മഴയോട് ചോദിക്കുകയാണ്. ചങ്ങാതി, നീ ഇപ്പോൾ വന്നത് എന്ത് അനുഗ്രഹമാണെന്നോ? കുറച്ചു ദിവസങ്ങളായി ഈ കാട് മുഴുവൻ പേടിച്ച് വിറങ്ങലിക്കുന്നു. അപ്പൊ മഴ പറയാണ്, നിങ്ങളുടെ അവസ്ഥ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ മഴമേഘങ്ങൾ വരാതെ എനിക്ക് വരാൻ കഴിയില്ലല്ലോ സുഹൃത്തെ. അപ്പൊ കാട് പറയാണ്, ഈ കാട് മുഴുവൻ കത്തി എരിഞ്ഞേനെ. എൻ്റെ മക്കളെല്ലാം കാട്ടുതീയിൽ വെന്തു മരിക്കുന്നത് കണ്ട് ഞാനും ഇല്ലാതായേനെ. കാട് പറയാണ്. മഴ പറയാണേ തിരിച്ച്, മനുഷ്യർ തീയിട്ടതാണല്ലേ കഷ്ടം. കാട്, ഒരൊറ്റ മനുഷ്യർ കാലുകുത്താത്ത ഇടമായിരുന്നു ഇവിടം. അതുകൊണ്ട് തന്നെ പക്ഷികളുടെ സ്വർഗമായിരുന്നു അല്ലേ? മഴ, നിങ്ങളുടെ ആ സന്തോഷം വീണ്ടെടുക്കാനല്ലേ പല പല നാടും കാടും താണ്ടി ഞാനിവിടെ എത്തിയത്. അപ്പൊ കാട് പറയാണ്, ഒരുപാട് സന്തോഷം സുഹൃത്തെ. പ്രകൃതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞാനും എൻ്റെ മക്കളും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് അല്ലേ? നമുക്ക് ഇങ്ങനൊരു സംഭാഷണം പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം. മറ്റേത് സംഭാഷണം വന്നാലും ഇതാ ഒരാൾ ചോദിക്കുന്നു, മറ്റൊരാൾ മറുപടി പറയുന്നു അല്ലേ? ആ രീതിയിൽ നിങ്ങൾ സംഭാഷണം എഴുതണം കേട്ടോ. അപ്പോൾ 4ാം ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ഇതാ ഒരു സുവർണാവസരമുണ്ട്. ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു വർഷത്തേക്ക് പ്രാണ ബാച്ചിന്റെ ഫീ എന്ന് പറഞ്ഞത് 1999 രൂപയായിരുന്നു. അപ്പോൾ അതിന്റെ 20% ഓഫറിൽ ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതാ ഈ ഒരു കൂപ്പൺ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതില് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ആപ്പ് പർച്ചേസ് ചെയ്യുക. അതിനുശേഷം അല്ലേ നമ്മുടെ പ്രാണ ബാച്ചിലാണ് ജോയിൻ ചെയ്യാനുള്ള, 4ാം ക്ലാസ്സിലെ ബാച്ചിലാണ് ജോയിൻ ചെയ്യാനുണ്ടാവുക. എന്നിട്ട് ഈ ഒരു കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രാണ ബാച്ചിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. നമ്മൾ അവസാന നിമിഷമൊന്നല്ല പഠിക്കുന്നത്. ഓരോ പാഠങ്ങളും കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ യൂണിറ്റ് എക്സാം ഒക്കെ നടത്തി, റിവിഷൻ ക്ലാസ്സുകളൊക്കെ നടത്തി, നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ അവിടെ തീർത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അല്ലേ? എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ നമ്പറിൽ വിളിച്ചാൽ നിന്റെ സംശയങ്ങളെല്ലാം അവർ തീർത്ത് തരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവണം. നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.